ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വർക്ക് പഠിച്ചു, എനർജി എന്താണെന്ന് പഠിച്ചു, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ബാക്കി പവർ പഠിക്കാം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. അതായത് റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ആണ് പവർ, പക്ഷെ അതിൻ്റെ റേറ്റ് ഡിവൈഡ് ബൈ ടൈം. ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ഡൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അതാണ് പവർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. പിന്നെ അത് ആക്ച്വലി SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് SI യൂണിറ്റ് പവർ എന്ന് പറയുന്നത് വാട്ടാണ്. വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, എന്താണ്? ജൂൾസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇത് ആക്ച്വലി ജൂൾസ് പെർ സെക്കൻഡ് ആണ്. ഇതിനെ നമ്മൾ വാട്ടെന്ന് പറയും. അതിൽ നമുക്ക് ജൂൾസ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? P ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ആണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, F ഇൻറ്റു D ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് F ഇൻറ്റു D എന്താണെന്ന് അറിയാമല്ലോ, വെലോസിറ്റി. സോ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് നമുക്കിതിനെ പറയാം. ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ പറയാം. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ എഴുതാം. ഇനിയിപ്പോൾ അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷനാണ്, ദെൻ എഗെയിൻ വെലോസിറ്റി. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് പവറിനെ പറയാം. ബട്ട് എനിവേ പവർ ഈസ് ദിസ് വൺ. ഞാൻ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഫോഴ്സിൻ്റെ അറിയാം നമുക്ക്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ മാസ് M, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ L T⁻². ഓക്കെ, പിന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ T⁻⁻1. സോ ഇതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എങ്ങനെ വരും? M അങ്ങനെ തന്നെ L² T⁻⁻3. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ. പിന്നെ നമുക്ക് പവറിനെ കുറിച്ച് പറയാനുള്ളത് SI യൂണിറ്റ് നമ്മൾ പറഞ്ഞു വാട്ടാണ്. വാട്ടെന്ന് പറഞ്ഞാൽ 1 ജൂൾസ് പെർ സെക്കൻഡ്. പിന്നെ ശരിക്കും ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഹോഴ്സ് പവറാണ്, HP. അത് ചിലപ്പം വല്ല 1 മാർക്ക്, അതായത് ചിലപ്പോൾ ചില തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ചോദിക്കുന്നത് കിലോ വാട്ട് അവർ 1 കിലോ വാട്ട് അവർ എത്രയാണെന്ന്. അപ്പോൾ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 വാട്ടാണ്. അപ്പോൾ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ നമ്മളതിനെ ഇതിലേക്ക് മാറ്റുമ്പോഴത്തേക്കും കിലോ വാട്ട് അവർ തന്നെ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഇൻറ്റു 3.60 ഇൻറ്റു 60 അല്ലേ. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാലും മതി. എത്രയാണ്? 3000. അതായത് കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 1000, പിന്നെ നമ്മൾ അവർ എന്ന് പറയുമ്പം 60 ഇൻറ്റു 60 അങ്ങനെ എടുക്കും. 60 ഇൻറ്റു 60. അപ്പോൾ എല്ലാം കൂടെ വരുമ്പം 3600 ഇൻറ്റു 10⁻³ ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻6. അപ്പം ഇതൊക്കെ നമുക്ക് തിയറിയിൽ ചോദിക്കാനുള്ളൂ. പവറിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ, അതുപോലെ തന്നെ ഹോഴ്സ് പവർ. ഒരു ഹോഴ്സ് പവർ പണ്ട് കാലത്ത് നമ്മളെല്ലാം ഹോഴ്സ് പവറാണ്. ഇപ്പോഴും നമ്മൾ പമ്പൊക്കെ മോട്ടറൊക്കെ വാങ്ങത്തില്ലേ വീട്ടിൽ യൂസ് ചെയ്യുന്ന. അപ്പം നമ്മൾ കേട്ടിട്ടില്ലേ എത്ര HP ആണ് മോട്ടർ? 1 HP. നമ്മുടെ വീടിനൊക്കെ വേണ്ടിയിട്ട് 1 HP ഒക്കെ മതി. 1 HP അല്ലെങ്കിൽ ½ HP ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ വലിയ മെഷീനറിയിലൊക്കെ അല്ലെങ്കിൽ മോട്ടറിലൊക്കെ നമ്മൾ ഹോഴ്സ് പവറിൽ കാണാറുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും നമ്മളത് നോർമലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. 1 വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾസ് പെർ സെക്കൻഡ്. ജൂൾ എന്താണെന്ന് നമുക്കറിയാം, വർക്ക് ഡൺ ചിലപ്പോൾ കൈനറ്റിക് എനർജി ആയിരിക്കാം, പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കാം, എന്തോ എനർജി ആണെങ്കിലും അതല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ തിരിച്ചും മറിച്ചുമൊക്കെ ആസ് പെർ ദ ക്വസ്റ്റ്യൻ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഇതുവരെ വന്നിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2025 കീമിൽ വന്ന പ്രോബ്ലമാണ്. വെരി സിമ്പിൾ പ്രോബ്ലം. A car moves at a speed of 20 meter per second
അണ്ടർ എ ഫോഴ്സ് ഓഫ് 500 ന്യൂട്ടൺ. ഫോഴ്സ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. ദ പവർ ഔട്ട്പുട്ട് ഓഫ് കാറിൻ്റെ പവറാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ പവർ നമുക്കറിയാം, പവർ ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചത്, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം, അതായത് റേറ്റ് ഓഫ് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ എന്താണെന്ന് നമുക്കറിയാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് എഫ് ഡി ബൈ ടി. അപ്പോൾ ഈ ഡി ബൈ ടി എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി. സോ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് എത്രയാണ് ഇവിടെ തന്നേക്കുന്നത്, ഗിവൺ ഈസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 500 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഗിവൺ എത്രയാണ്, 20 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് എന്ന് പറയുന്നത് 500 ഇൻറ്റു 20 ഈക്വൽ ടു 10 പിന്നെ 3 0. ഓക്കെ, ദാറ്റ് മച്ച് നമുക്ക് വാട്ടാണ്. ഓക്കെ, ദാറ്റ് മച്ച് വാട്ട്. ബട്ട് ആൻസറിൽ കിലോ വാട്ടാണ് തന്നേക്കുന്നത്. കിലോ വാട്ട് ആകുമ്പോൾ നമുക്ക് ഈ 3 0 മാറ്റാമല്ലോ, 10 കിലോ വാട്ട്. ഓക്കെ, 10 കിലോ വാട്ട് ഉണ്ടോ ഇതിനകത്ത്? ഓക്കെ, അതാ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ഇതുപോലെ തന്നെ 2025 ഒരു പ്രോബ്ലം ആണ്. എ സ്പ്രിങ് ഈസ് സ്ട്രെച്ച്ഡ് ട്വൈസ് ഇറ്റ്സ് ഇനിഷ്യൽ എക്സ്റ്റൻഷൻ. അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ കേസാണ് പറയുന്നത്. അത് അതിൻ്റെ ഇനിഷ്യൽ എക്സ്റ്റൻഷനേക്കാളും കുറച്ചുകൂടെ ഡബിളാക്കി. ആദ്യം ഒരു എക്സ്റ്റൻഷൻ അതിനുണ്ടായിരുന്നു, പിന്നെ അത് ഡബിളായി. കമ്പയർഡ് ടു ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ദ പൊട്ടൻഷ്യൽ എനർജി. അപ്പോഴത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്പ്രിങ് വരയ്ക്കാം. ഇതൊരു സ്പ്രിങ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ ഇത് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തു, ഇതിനൊരു എക്സ്റ്റൻഷൻ വന്നു. ഇത് ഇനീഷ്യൽ ലെങ്ത് എൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ, ദാറ്റ് ഈസ് എക്സ്. അപ്പോൾ സെക്കൻഡ് കേസിൽ എന്താ പറയണേ, സെക്കൻഡ് കേസിൽ ഈ എക്സ്റ്റൻഷൻ ഡബിളാക്കി. അപ്പം ഇവിടെ വന്നിട്ട് എന്തായി, 2x ആയി അല്ലേ. അപ്പം ഈ സ്പ്രിങ് ഈസ് സ്ട്രെച്ച് ട്വൈസ് ഇറ്റ്സ് ഇനിഷ്യൽ എക്സ്റ്റൻഷൻ. ഇനിഷ്യലി എൽ ആയിരുന്നു, പിന്നെ ഇനിഷ്യൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എൽ പ്ലസ് എക്സ് ആയി. ഇച്ചിരി എക്സ്റ്റൻഷൻ എക്സ് വന്നു. ദെൻ പിന്നെ പറയുന്നത് പിന്നീട് എന്ത് ചെയ്തു, അതിനെ പിന്നെ സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ ട്വൈസ് ആക്കി. അപ്പോൾ 2 ഇൻറ്റു എക്സ് ആക്കി സെക്കൻഡ് കേസിൽ. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്കറിയാം സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ. കെ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് കേസ് 1 എടുക്കാം. കേസ് 1 എക്സ് ഈസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ദിസ് വൺ ഈസ് കറക്റ്റ്. ഓക്കെ, ദെൻ കേസ് 2, ദിസ് ഈസ് u1. ദെൻ കേസ് 2 u2 ½ ഇൻറ്റു കെ ഇൻറ്റു എക്സ് എന്തായി മാറി, 2x ആയി മാറി. എക്സ് ഡബിൾ ആയില്ലേ. അപ്പോൾ കേസ് 2 എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്, ദാറ്റ് 2x സ്ക്വയർ. ഓക്കെ, ½ ഇൻറ്റു കെ ഇൻറ്റു 4x സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ½ ഇൻറ്റു കെ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ½ ഇൻറ്റു കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ u1 അല്ലേ, ഈക്വൽ ടു 4 ടൈംസ് u1 അല്ലേ. അപ്പോൾ u2 സെക്കൻഡ് എക്സ്റ്റൻഷൻ്റെ കേസാണ് ചോദിച്ചേക്കുന്നത്. ഇനിഷ്യൽ കമ്പയർഡ് ടു ഇനിഷ്യൽ വാല്യൂ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സെക്കൻഡ് എക്സ്റ്റൻഷൻ. ഡബിൾ ആക്കുമ്പോൾ ദാറ്റ് വിൽ ബിക്കംസ് 4 ടൈംസ് ഇനിഷ്യൽ. ബിക്കംസ് 4 ടൈംസ് ഇനിഷ്യൽ. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ അല്ലേ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം, ഇത് മറന്നു പോകരുത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് ഈസ് ½ kx സ്ക്വയർ. ദെൻ ഫോഴ്സ് എന്ന് പറയുന്നത് k ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ടേംസിലാണ് എന്തെങ്കിലും ചോദിച്ചേക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് k ഇൻറ്റു എക്സ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ടേംസിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ½ ഇൻറ്റു k ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, ആ 2025 അടുത്ത പ്രോബ്ലമാണിത്. പവർ ഓഫ് ആൻ എൻജിൻ ഡ്രൈവിംഗ് എ വെഹിക്കിൾ ഓഫ് മാസ് m വിത്ത് എ സ്പീഡ് v ഓൺ എ ഹൊറിസോണ്ടൽ റോഡ് ഈസ്. അപ്പോൾ പവറാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m തന്നിട്ടുണ്ട്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v തന്നിട്ടുണ്ട്, പിന്നെന്താ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ.
തന്നിട്ടുണ്ട്, പവർ ഈസ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താ പറയണേ, ഒരു വണ്ടി കാറാണെന്ന് വിചാരിക്കാം, വൺ കാർ. ഓക്കെ, കാർ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഒരു കാർ ഇങ്ങനെ പോകുന്നുണ്ട്. കാർ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി. അപ്പോൾ ഫോഴ്സ് എന്തായാലും ഉണ്ട്. ദെൻ വി ഓൺ എ ഹൊറിസോണ്ടൽ റോഡാണ്, മ്യൂ. ഹൊറിസോണ്ടൽ റോഡാകുമ്പോൾ നമുക്കറിയാം ഫ്രിക്ഷൻ ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് ഓഫ് മാസ്, വെയിറ്റ് എന്താണ്, mg, വെയിറ്റ് താഴേക്കുണ്ട്. ദെൻ നോർമൽ റിയാക്ഷൻ മുകളിലേക്കുണ്ട്. ഇതിൻ്റെ ഓക്കെ, ദാറ്റ് ഈസ് മ്യൂ തന്നിട്ടുള്ളതുകൊണ്ട് ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ എൻ. ബോഡി ഇങ്ങോട്ടാണ്, ഫോഴ്സ് ഈസ് ഹിയർ, ബോഡി അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബാക്കിലേക്കായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആക്ട് ചെയ്യുന്ന ഈ എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്താലേ എൻജിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അവർ ഫോഴ്സ്, നമ്മുടെ പവർ എന്താണെന്ന് നമുക്കറിയാം. പവർ ഈസ് ഈക്വൽ ടു എന്താണ്, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം, W/T. Then work is equal to force into distance അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ എളുപ്പത്തിന് ഡിസ്റ്റൻസ് എന്ന് എഴുതുവാണ്. ടൈം, അതായത് FD/T. FD/T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D/T ഈസ് ഈക്വൽ ടു വെലോസിറ്റി. സോ F ഇൻറ്റു V. അപ്പോൾ ഇതിനകത്തെ ഫോഴ്സ് എത്രയാണ്, ഫോഴ്സ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്, μN. ഓക്കെ, ഫോഴ്സ് ആ ഡയറക്ഷനിലല്ലേ, ഫോഴ്സ് ഈസ് μN. സോ പവർ ഈസ് ഈക്വൽ ടു μN എത്രയാ, N എന്ന് പറയുന്നത് ഇവിടെ എന്താ വരുന്നത്, N ഈസ് ഈക്വൽ ടു mg. അതല്ലേ നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്സ്. സോ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, എ ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു μN ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു M ഇൻറ്റു G. അപ്പം നമുക്ക് എഴുതാമല്ലോ, പവർ എന്ന് പറയുന്നത് F ഇൻറ്റു വെലോസിറ്റി. F എന്ന് പറയുന്നത് മ്യൂ mg, ദെൻ വെലോസിറ്റി ഈസ് V. സോ ദാറ്റ് ഈസ് എ പവർ, മ്യൂ ഇൻറ്റു M ഇൻറ്റു G ഇൻറ്റു V. സോ അത് ഓപ്ഷൻ നമ്പർ B. സിമ്പിൾ അല്ലേ? ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ടൈം, പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം. ദെൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതൊക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ ഓഫ് കൈനറ്റിക് എനർജി, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് M V ഫൈനൽ മൈനസ് V1, അതിൻ്റെ V ഫൈനൽ മൈനസ് V2. ഓക്കെ, പിന്നെ നമുക്കുള്ളത് പൊട്ടൻഷ്യൽ എനർജി ആവാം, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആവാം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം mgh. അപ്പോൾ ഇത്രയൊക്കെ ഇക്വേഷൻസൊക്കെ ഇതിനകത്തുള്ളൂ. ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചിരിക്കുക. തിരിച്ചും തിരിച്ചുമൊക്കെ ചോദിക്കാം. കാരണം ഈ W എന്ന് പറയുന്നത് FD ആയതുകൊണ്ട് FD/T, അതുകൊണ്ട് F.V ആവാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സിമ്പിൾ അല്ലേ, ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്തായാലും 1-2 വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അടുത്തത് ബി ഫാമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് 2025. ഈ ബോഡി ഇനിഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അണ്ടർഗോസ് ലീനിയർ മോഷനാണ്. കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അണ്ടർ ദ ആക്ഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്, ആക്സിലറേഷനും ഫോഴ്സും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ദ പവർ ഡെലിവേർഡ് ടു ദ ബോഡി അറ്റ് ദ ടൈം T. പവറാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇത് പറഞ്ഞേക്കുന്നത് A ഈസ് കോൺസ്റ്റൻറ്റ്, ഫോഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ത്രൂ ഔട്ട് ദ മോഷൻ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനിഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഫൈനൽ ഈസ് V എന്ന് പറയുന്നത് ടൈം Tയും പറയുന്നുണ്ട്. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ. സോ വർക്ക് ഡൺ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ആക്സിലറേഷൻ, അല്ല വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അല്ലെ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി ഫോഴ്സിനെ നമുക്കറിയാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം.
അപ്പോൾ നമുക്ക് എ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്, എം കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്കിതിനെ എന്തെങ്കിലും കോൺസ്റ്റൻറ്റിൻ്റെ ടേമിൽ അയച്ചാൽ മാത്രമേ നമുക്ക് ടീൻ്റെ വാല്യൂ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് ഈസ് ഡി ബൈ ടി ആണ്, ബട്ട് അതിലൊന്നും കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നില്ല. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി ബൈ ടി. കാരണം ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ, അല്ലെങ്കിൽ ആക്ച്വലി വി മൈനസ് യു ബൈ ടി ആണ്. സോ ദാറ്റ് ഈസ് വി ബൈ ടി എന്ന് പറയുന്നുണ്ട് ആക്സലറേഷൻ. സോ നമുക്ക് വെലോസിറ്റീനെ എങ്ങനെ എഴുതാം? ആക്സലറേഷൻ്റെ ടൈം എഴുതാമല്ലോ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു എ ഇൻറ്റു വി. ഡി ബൈ ടി ആക്ച്വലി വെലോസിറ്റി ആണ്. സോ മാസ് ഇൻറ്റു എ ഇൻറ്റു വെലോസിറ്റി പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ മാസ് ഇൻറ്റു ആക്സലറേഷൻ സ്ക്വയർ ഇൻറ്റു ടി. ദാറ്റ് ഈസ് പവർ എന്ന് പറയുന്നത്. ബട്ട് നമ്മുടെ കേസിൽ നമുക്ക് നോക്കാം, മാസും ആക്സലറേഷനും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി. കാരണം ഇത് കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഇടാം. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് എ ഇൻറ്റു ടി. കാരണം ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഒക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് തന്നിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ആ കോൺസ്റ്റൻ്റ് അല്ലാത്ത ടേമായിട്ട് ഇവിടെ ബാക്കിയുള്ളത് ടി ആണ്. ഓക്കെ, സോ പി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി. ഇത് നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ടി -2 ഒക്കെ കൊടുക്കുക. അതിനകത്ത് കാണിച്ചിട്ടില്ല. ടി -1 കൊടുക്കാൻ ചാൻസ് ഉണ്ട്, ബട്ട് അവിടെ അപ്പോഴും ഡി എന്ന് പറഞ്ഞ ടേം വേറെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പി ഈസ് ഡയറക്ട്ലി പവർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടൈം നമുക്ക് എഴുതാം. ഓക്കെ, അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. BPharm 2025 ചോദിച്ചിട്ടുള്ളതാണ്. അതായത് എ റെയിൻ ഡ്രോപ്പ്, ഒരു മഴത്തുള്ളി ഓഫ് മാസ് 10 gram falls from a height 50 meters from rest. If the loss of energy due to air resistance കാരണം ഉണ്ടായ energy loss എന്ന് പറഞ്ഞാൽ 3 joules, then the velocity of the drop on striking the ground. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മഴത്തുള്ളി ഒരു സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പം u = 0 ആണ്. അവിടുന്ന് നേരെ താഴേക്ക് വീഴുന്നു, ഗ്രൗണ്ടിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. സോ ദിസ് ഹൈറ്റ് ഈസ് 50 meters ഹൈറ്റ് പറയുന്നുണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് 50 meters ആണ്. പിന്നെ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് ഈസ് ഈക്വൽ ടു 10 gram. അപ്പോൾ തന്നെ നമ്മൾ അതിനെ മറ്റേ 10/1000 kgയിലേക്ക് കൺവേർട്ട് ചെയ്തോളാം. ഓക്കെ, kg ഇഫ് ദ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു എയർ റെസിസ്റ്റൻസ്. അപ്പം നോർമൽ കേസിൽ എയർ റെസിസ്റ്റൻസ് ഒന്നും നമ്മൾ എടുക്കാറില്ല, പക്ഷേ ഇത് ഒരു കുഞ്ഞു മഴത്തുള്ളിയല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിന് എയർ റെസിസ്റ്റൻസ് വരും. അപ്പം താഴെയുള്ള എയർ അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ സം റെസിസ്റ്റൻസ് എനർജി ഉണ്ട്. അത് എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3 joules. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ ഡ്രോപ്പ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി, കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇനിഷ്യൽ പ്ലസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ പ്ലസ് കൈനറ്റിക് എനർജി ഫൈനൽ. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ആസ് പെർ കൺസർവേഷൻ ഓഫ് എനർജി അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾക്ക് തന്നെ മെക്കാനിക്കൽ എനർജി ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ എനർജി ഫൈനൽ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ഈ കേസിൽ നോക്കാം. ഈ കേസിൽ ഫസ്റ്റ് കേസ് 1, അതായത് കേസ് 1 ഇനിഷ്യലിൽ നമുക്ക് ഇതിലെന്താണ് ആക്ട് ചെയ്യുന്നത്? ഇതിന് വേറെ ഒന്നുമില്ല. ഇതിനാകപ്പാടെ ആക്ട് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇനിഷ്യൽ എന്ന് പറയുന്നത് mg × h. എം അത്രയും നമുക്ക് തന്നേക്കുന്നത് 10/1000 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 50 meter. ഓക്കെ, അപ്പോൾ വെട്ടിക്കളയാനുള്ളതൊക്കെ ഓക്കെ. ദിസ് ഈസ് 5 joules. ഓക്കെ, അപ്പോൾ 5 joules ആണ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഇതിനന്നേരം 0 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ ഹാഫ് mv², ഈ കേസിൽ u², ദാറ്റ് ഈസ് u 0 ആയതുകൊണ്ട് ഇറ്റ് ബിക്കംസ് ഇത് 0 ആയതുകൊണ്ട് നമ്മുടെ ടോട്ടൽ കൈനറ്റിക് എനർജി ഇനിഷ്യലി 0. ഇനി ഫൈനൽ കേസ് 2 എടുക്കാം. ഫൈനൽ കേസ് കേട്ടോ.
അപ്പോൾ താഴേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ ഇതിന് വെലോസിറ്റിയിലാണ് താഴേക്ക് വരുന്നത്. ഇവിടെ ഗ്രൗണ്ടിൽ എത്തിക്കഴിയുമ്പോൾ ഇതിന് എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഈസ് 0 ഫൈനൽ. ബട്ട് കൈനറ്റിക് എനർജി അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ജസ്റ്റ് തൊട്ട് മുന്നേ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ½ mv². അതെത്രയാണ്? ഹാഫ് ഇൻറ്റു എം നമുക്കറിയാം. എം എത്രയാണ്? 10/1000 ഇൻറ്റു v². വി നമുക്കറിയത്തില്ല, v². സോ ഇറ്റ് വുഡ് ബി ഈക്വൽ ടു 1/200 v². ഓക്കെ അല്ലേ? v²/200 ആണ് എന്ത് നമ്മുടെ ഫൈനൽ കൈനറ്റിക് എനർജി. ഇനി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇനിഷ്യൽ കൈനറ്റിക് എനർജി, ഇനിഷ്യൽ എനർജി മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ഇനിഷ്യൽ എനർജി വുഡ് ബി ഈക്വൽ ടു ഫൈനൽ എനർജി. ബട്ട് ഇവിടെ ഒരു കേസ് ഉണ്ട് നമുക്ക്, അതായത് ഇനിഷ്യൽ മെക്കാനിക്കൽ എനർജി ഇനിഷ്യൽ ഷുഡ് ബി ഈക്വൽ ടു മെക്കാനിക്കൽ എനർജി ഫൈനൽ. മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ രണ്ടും കൂടെ കൂട്ടുന്ന സാധനമാണ് ഫൈനൽ കൈനറ്റിക് എനർജി. അപ്പം കേസ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യൽ കേസിൽ എന്താ വന്നിരിക്കുന്നത്? 5 joules ഷുഡ് ബി ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ വന്നത് v²/200. ബട്ട് ഈ ഒരു കേസിൽ പ്ലസ് ലോസസ്, എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ, കാരണം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ എയർ റെസിസ്റ്റൻസ് കാരണം ഈ ടോട്ടൽ 5 joules താഴെ വരെ വരുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, കാരണം കുറച്ച് എയറിന് വേണ്ടി പോയി. ആ ലോസസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? ലോസ് ഇൻ എനർജി എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 3 joules. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പോൾ 5 - 3 ഈസ് ഈക്വൽ ടു v²/200. ഓക്കെ, ഞാനിവിടെ എഴുതാം. അപ്പോൾ 5 - 3 എത്രയാണ് വന്നത്? 2 ഈസ് ഈക്വൽ ടു v²/200. അപ്പോൾ നമുക്ക് v² ഈസ് ഈക്വൽ ടു 2 × 200 എന്ന് എഴുതാമല്ലോ. സോ ദാറ്റ് ഈസ് v. അപ്പോൾ v എന്ന് പറയുന്നത് ഈസ് √2 × 200. അപ്പോൾ √2 4 × അല്ലെ 2 × 2 × 100 കൊടുക്കാം. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഓരോന്ന് പുറത്തെടുക്കുക. 2 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 m/s. ഓക്കെ, 20 m/s ഓപ്ഷനിലുണ്ടല്ലോ. സോ ആൻസർ ദാറ്റ് ഈസ് 20 m/s ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളിത് എടുക്കുമ്പം ഈ ഒരു കേസ് മിസ്സാക്കരുത്. ഈ ഒരു കേസ് മിസ്സാക്കി കഴിഞ്ഞാൽ ആൻസർ പോകും, കാരണം 3 joules അതിന് ലോസ് ആയിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു മഴത്തുള്ളിയുടെ കേസാണ് പറയുന്നത്. അപ്പോൾ ഇനിഷ്യൽ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് വുഡ് ബി ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇനിഷ്യലിൽ നമുക്ക് കൈനറ്റിക് എനർജി ഇല്ല, കാരണം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കാരണം പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് കാരണം അതിന് കിട്ടുന്ന എനർജിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു mgh. mgh കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ mgh. ഓക്കെ, mgh കാൽക്കുലേറ്റ് ചെയ്തു. 5 joules നമുക്ക് കിട്ടി. ബട്ട് ഇതിൽ നിന്നും 3 joules ലോസ് ആയി പോകുന്നുണ്ട്, അത് കണക്കാക്കുക. കൈനറ്റിക് എനർജി ഇനിഷ്യലിൽ ഇല്ല, 0 ആണ്. ഫൈനലിൽ തൊട്ട് മുന്നായിട്ട് കൈനറ്റിക് എനർജിയിലാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ദെയർ, ബട്ട് ഗ്രൗണ്ടിൽ വന്നതുകൊണ്ട് ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി 0. h എന്ന് പറഞ്ഞാൽ അവിടെ 0 ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ എനർജി 0 ഇൻ ദ ഫൈനൽ കേസ്. കൈനറ്റിക് എനർജി ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് അത് കൈനറ്റിക് എനർജി പൊസസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് v²/200. ടോട്ടൽ മെക്കാനിക്കൽ എനർജി നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അതിന് കൂടുതൽ